ഹലോ വെൽക്കം ബാക്ക് ടു പാലക്കാടൻ കുറുമൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറുമമാരെയും കൂടി കുടുംബ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ്. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ദിവസം അവിടെ പോയി നിന്നിട്ട് വരാമെന്ന്. അപ്പോൾ ഫ്രൈഡേ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വൈകുന്നേരമാണ് പോകുന്നതാണ്, ഇരുട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴി രണ്ട് സൈഡും പാടമൊക്കെ ആയിട്ട് നടുക്കൂടെ റോഡാണ്. അപ്പം ഇരുട്ടായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുമ്പോൾ അധികം ക്ലാരിറ്റി ഇല്ലാത്തത്. എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഗേസ്. അപ്പം ഞങ്ങളുടെ നാട് കാണാൻ ഇങ്ങനെ ഇവിടെ നിന്ന് നല്ല രസമാണ് ഈ ടൈമിൽ ഇപ്പോൾ കാണാൻ വേണ്ടി. ഭയങ്കര പച്ചപ്പൊക്കെയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുടുംബ വീട്ടിലോട്ട് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൽ വരികയാണെങ്കിൽ 2 ബസ് കയറണം. അപ്പോൾ ഓട്ടോയിലാണെങ്കിൽ എളുപ്പ വഴിയുണ്ട്. അങ്ങനെ ഞങ്ങളിത് നേരെ ഞങ്ങളുടെ വീട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വെളിയിൽ നിന്ന് നിൽക്കുന്നുണ്ട്. അച്ഛനും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് നമ്മുടെ അല്ലിക്കുട്ടി ഇന്നമ്മയുടെ കൈ പിടിച്ച് നടക്കാൻ നോക്കുകയാണ്. അല്ലിക്കുട്ടി നടന്ന് തുടങ്ങുന്നേ ഉള്ളൂ, പിച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുമ്പിക്കുട്ടി ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നുണ്ട്. വിളിച്ചതിന് വന്നിരിച്ച് നിധിക്കുട്ടിയെ വിളിച്ച് നിധി ബേബിയെ വിളിച്ച് അങ്ങനെ ആക്കിയാ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വന്നപ്പോട്ടോ. നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിയും നമ്മുടെ ദച്ചൂസും വസുവൊക്കെ ഇതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അവർക്കുള്ള ഫുഡൊക്കെ ഇനി എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ നിധിക്കുട്ടിയും നമ്മുടെ അല്ലിക്കുട്ടിയും കൂടി ഇത് അവരവിടെ ഇരുന്ന് കളിക്കുകയാണ്. അല്ലി ചേച്ചിയാണോ ഇരിക്കുന്നത്? കയ്യിലെ പിടിക്കുന്ന നിധിക്കുട്ടിന്റെ കയ്യിൽ പിച്ച ടാറ്റയൊക്കെ പറയണ. ആരാണിത്? ചന്തക്കാരിയാ, ഇത് ചന്തക്കാരിയാണ്. സിനിമാ നടി, അത് സിനിമാ നടി. മുടി പിടിച്ച് വലിക്കുന്നു. സിനിമാ നടിയാണ്. 2 സിനിമാ നടികൾ. അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടിയുടെയും ദച്ചൂസിനെയും സ്നേഹപ്രകടനം. ദച്ചൂസിന് തുമ്പിക്ക് വാരി കൊടുക്കണം. അപ്പോൾ ആ കുറച്ച് തുമ്പിക്ക് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുമ്പിക്കുട്ടി കുറച്ച് ദച്ചൂസിന് വാരി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഭയങ്കര സ്നേഹത്തിലാണ് രണ്ടുപേരും കേട്ടോ. അപ്പം ഇപ്പം നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ഈ ഒരു കണ്ണാടി എപ്പോഴും അതിട്ടിട്ട ഡാൻസ്, അതിട്ടിട്ട ഫോട്ടോ സെക്ഷൻ, എല്ലാ ബർത്ത്ഡേ കഴിഞ്ഞ ഇങ്ങോട്ട് എപ്പോഴും ഈ ഒരു സംഭവമാണ് കേട്ടോ ഹൈലൈറ്റ്. അങ്ങനെ ഇതെല്ലാവരും ഉണരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ആയി. അച്ഛൻ എഴുന്നേറ്റ് TV കാണുന്നുണ്ട്. നല്ല മഴയായിരുന്നു, രാത്രി ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തൊട്ട് വീട്ടിൻ്റെ ചേർന്നിട്ടുള്ള പാടത്തിലൊക്കെ ഫുള്ള് വെള്ളമാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ദച്ചൂസും തുമ്പിക്കുട്ടിയും ഉണർന്നിട്ടുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നടക്കുന്നുണ്ട് രണ്ടാളും. ഇനിയിപ്പോൾ ഒരു സൈക്കിളുണ്ട്, അപ്പോൾ അതിൽ ചവിട്ടാനുള്ള പ്ലാനിലാണ് രണ്ടുപേരും കൂടി. അപ്പോൾ നമ്മുടെ അല്ലിക്കുട്ടി ഉണർന്നു കേട്ടോ. അല്ലിക്കുട്ടി ഉണർന്നത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ നിധിക്കുട്ടി ഉണർന്നു. ഇത് അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട് നിധിക്കുട്ടി. അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ്. അപ്പം മഞ്ജു പൂരി ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. മാവ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തുമ്പിക്കുട്ടിയും നമ്മുടെ ദച്ചൂസും പുറകെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തിനാ മാവ് എന്ന് ചോദിക്കുമ്പം പൂരി വേണ്ട, മാവ് മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചപ്പാത്തി മാവ് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ദച്ചൂസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ദച്ചു പറഞ്ഞത്, ഇതുകൊണ്ട് എനിക്ക് സ്കൂളിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അമ്മ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി മാവ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ABCD ഉണ്ടാക്കലാണ് ഈ ചപ്പാത്തി മാവും കൊണ്ട്. ഇപ്പോൾ കുറുമ്പെന്താ അപ്പോൾ A ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തുമ്പിക്കുട്ടിയെ എടുത്ത് ഉരുട്ടുന്നുണ്ട്. അങ്ങനെ Aയും Bയും ഉണ്ടാക്കിയിട്ടുണ്ട്. തുമ്പിക്കുട്ടിയുടെ മാവും കൂടി കൊടുത്തു വിട്ടു. അങ്ങനെ തുമ്പിക്കുട്ടി മേലെ ഇരുന്നത് കാണുകയാണ്. ഓടിക്കാൻ വിടുന്നേ അല്ലിക്കുട്ടിയുടെ കരച്ചിൽ കാണാൻ വേണ്ടി മഞ്ജു ചീത്ത പറഞ്ഞാട്ടോ. അപ്പോഴും കരഞ്ഞു കഴിഞ്ഞാൽ ചിരിയും തുടങ്ങി. അപ്പം പപ്പാളങ്ങിട്ടത് പോയാ
അയ്യോ അത് നന്നായി പോയില്ലച്ചാ. അയ്യോ അടിപൊളി. ആ വെച്ചോളി. അങ്ങനെ അല്ലിക്കുട്ടി പേപ്പർ എന്തോ വായിലിട്ടപ്പോൾ അച്ഛൻ ചീത്ത പറയണം. അപ്പോൾ അമ്മ എന്തിനാ ചീത്ത പറയണമെന്ന് വേണ്ടി സംസാരിക്കുകയാണ്. നമ്മുടെ വസുക്കുട്ടി നല്ല ഉറക്കത്തിലാണ് ഗേസ്. അപ്പോൾ ഉണർന്നിട്ടില്ല. അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിയും നമ്മുടെ ദച്ചുക്കുട്ടിയും കൂടി തന്നെ സൈക്കിളിൽ ചവിട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതായത് ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കൈയൊക്കെ തടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇലപ്പൈസയൊക്കെ മേടിച്ചിട്ട് ആളിതാ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര സ്പീഡാണ് ദച്ചൂസിന്, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പേടിക്കാതെയൊക്കെ ഇരിക്കും, പതിയെ ചവിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ബാക്കിലിരിക്കുമ്പോൾ ആളാകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ നിങ്ങൾ ഈ ടൈമിലൊക്കെ അമ്മ ഞാറ് നടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്രാവശ്യം നമ്മൾ വിതച്ചിട്ട് നാറ് പറിച്ച് നടുകയല്ല, ഡയറക്റ്റ് വിത്ത് മുളപ്പിച്ചിട്ട് പാകുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ വല്യച്ഛൻ, വീട്ടിനടുത്തുള്ള വല്യച്ഛനാണ് അതിനെല്ലാം വെള്ളത്തിനൊക്കെ ഉഴിഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 ദിവസമൊക്കെ ആയി. മുളപ്പിച്ച് വെച്ച നെല്ല് ഇതാ എടുക്കുന്നുണ്ട്. ഇനി ഇതാണ് നമ്മൾ വിതയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാറ് നടേണ്ട കാര്യമില്ല, കള വരുന്നത് മാത്രം നമുക്ക് വലിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാറ് വിതയ്ക്കുന്ന വീഡിയോ കാണാം. ഇപ്പം നമ്മുടെ വസുക്കുട്ടി ഉണർന്ന് പല്ലൊക്കെ തേച്ചിതാ ആള് ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ട് വിതയ്ക്കുന്നത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പം വസുവും തുമ്പിയും ദച്ചൂസും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം ദച്ചൂസിന് നിവൃത്തിയില്ല, ആ ചളിയിലൊക്കെ ഒന്ന് കിടന്ന് മറിയണം. സാധാരണ എപ്പോഴും നിങ്ങൾ വീഡിയോയിലൊക്കെ കാണും കിടന്ന് മറിയും. ഞാൻ അയച്ചില്ല ഇപ്രാവശ്യം, അങ്ങനെ നേരെ തന്നെ ക്ഷമയോടെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തുമ്പിക്കുട്ടിക്ക് അവിടെ പോയി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയ രണ്ടാളും കൂടി ചേർന്ന് ഉറപ്പായിട്ട് ആ ചേറിൽ ഇറങ്ങും. അതുകൊണ്ട് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കണം. നമുക്ക് ഇന്ന് പോവുകയും വേണം, ഇവിടേക്ക് വെമ്പലൂർ വീട്ടിലേക്ക് വരികയും വേണം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇനി കുളിപ്പിച്ചെടുക്കണമെങ്കിൽ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പാലക്കാടൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു സമയത്തൊക്കെ കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ വിതയ്ക്കലും ഞാറുനടിയിലും പച്ചപ്പും ഒക്കെയാണ് കാണാൻ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ്. ഇനി ഒരു പാല് കാച്ചൽ ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ, നമ്മളുടെ വീട്ടിൻ്റെ പുറകിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഫോട്ടോ കണ്ടിരിക്കുമായിരിക്കും. ഈ ഓല കൊണ്ട് കെട്ടിയതായിരുന്നു അടുക്കള. അപ്പം അത് നല്ല മഴ വന്നപ്പോൾ അത് വീണു ഗേസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എണ്ണയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് പുറകിൽ ആ ഭാഗത്ത് തന്നെ ഇതുപോലെ അടുപ്പൊക്കെ കെട്ടി ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാല് കാച്ചിയ ശേഷം നമ്മൾ ചോറും എല്ലാം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആ പാല് കാച്ചൽ ചടങ്ങാണ്, പാല് കാച്ചി പായസം വെക്കലാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അമ്മ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേണ്ട ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛനാണ് പാല് കാച്ചാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുട്ടീസൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പാല് കാച്ചാൻ വേണ്ടി പോവാണ്. നമ്മുടെ അല്ലിക്കുട്ടി ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, മുട്ടിയൊക്കെ 2 സൈഡിൽ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നിധിക്കുട്ടി ഇത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. കറക്റ്റ് സമയം പാല് കാച്ചിന് സമയമാകുമ്പോഴത്തേക്ക് ആൾ ഉണർന്ന് വന്നു. പിന്നെ നമ്മുടെ കുറുമ്പനും ദച്ചുവും തുമ്പിക്കുട്ടിയും കൂടി അച്ഛൻ അവിടെ കത്തിക്കുമ്പോൾ അടുത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അതപ്പം ഞാൻ പിന്നെ കത്തിച്ച് തുടങ്ങിയപ്പോൾ താഴെ ഇറക്കി. അപ്പം ദച്ചൂസിന് തന്നെ വസുവിന് തന്നെ തീ ഇങ്ങനെ തീപ്പെട്ടി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അടുപ്പത്ത് തീ വെച്ചിട്ടുണ്ട് കേട്ടോ. കാച്ചി ഇനി പാല് കാച്ചാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ആ പാല് കാച്ചിൽ ഇതാ തിളച്ച് വരുന്നുണ്ട്, തിളച്ച് പൊന്തി ഇതാ വരുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഒരു ശുഭകാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പായസം ഉണ്ടാക്കാൻ അമ്മയും അച്ഛനോട് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ദച്ചൂസ് തുമ്പിക്കുട്ടിക്ക് മുടി ദച്ചൂസിന് ഇപ്പോൾ ഒരു സ്റ്റൈലുണ്ട്, എപ്പോഴും ചീപ്പ് എടുത്തിട്ട് മേലോട്ട് ചെയ്യുന്നൊരു ഇതുണ്ട്. അതേപോലെ തുമ്പിക്കുട്ടിക്കും ആക്കിക്കൊടുത്തു. തുമ്പിക്കുട്ടിയുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുടിയാണ്, അതുപോലെ നിൽക്കില്ല. അതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും എന്താ ഭയങ്കര ക്ഷമയോടെയൊക്കെ തുമ്പിക്കുട്ടി ഇരിക്കുന്നുണ്ട്. എല്ലാം ചീപ്പിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇപ്പോൾ കണ്ണാടിയിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എത്തുന്നില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ദച്ചൂസിന്. ടീച്ചമ്മ വന്നാ നിരിക്ക് ടീച്ചമ്മ. ഇത് എന്ത് കടുക് വറുത്തതാണ്? ഇത് എന്ത് കടുക് അങ്ങനെ ഇതാ പായസം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഇതാ തുമ്പിക്കുട്ടിക്ക് പായസം കിട്ടുന്നു. തുമ്പിക്കുട്ടി പായസം കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ ദച്ചൂസ് പായസം കുടിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ തലമുടി കെട്ടാൻ തുടങ്ങി ഗൈസ്. ഈ തലമുടി കെട്ടുകൊണ്ട് മനുഷ്യന് എവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഫുൾ ടൈം തുമ്പിക്കുട്ടി ക്ഷമയോടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. മുടി ഇങ്ങനെ ലാസ്റ്റ് ഇരുന്ന് ജീവി, ലാസ്റ്റ് കിടന്ന് ജീവലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇനി റെഡി ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലോട്ട് വെമ്പലൂരിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണിയൊക്കെ ഒരുക്കിയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ദിവസത്തെ ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ആളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണിനെ. അപ്പോൾ നമ്മൾ കുടുംബ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ വസുക്കുട്ടി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ പോയിട്ട് വന്നപ്പോൾ വീണ് കാലിൽ മൊത്തം മുറിയായിരുന്നു. നമ്മളുടെ അടുത്ത് പറഞ്ഞതേ ഇല്ല. തുമ്പിക്കുട്ടിയാണ് എന്താണ് വച്ചുവെട്ടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ച് അപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ കാലിൽ നല്ല മുറിയായി. വീട്ടിലെപ്പോഴും നമ്മളിതുപോലെ കുറച്ച് മരുന്നും തുണികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്ക് ഒരു വേദനയൊന്നും പറയുന്നൊന്നുമില്ല. അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അവൾ തുമ്പിക്കുട്ടിയാണ് കാണിച്ചത്. പിന്നെ ഇവിടെ വന്ന ശേഷം ഞാൻ മരുന്നൊക്കെ വെച്ചാൽ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ എൻ്റെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഭയങ്കര ധൈര്യശാലിയൊക്കെയാണെന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അതാ കാലിൽ ചെറിയ മുറിയൊക്കെ ഉണ്ട്. വലിയ കെട്ടൊക്കെ കെട്ടണം, നാളെ സ്കൂളിൽ പോകുമ്പോൾ വലിയ കെട്ടിത്തരുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഈ കെട്ടുന്നത് കേട്ടോ. ഇന്നും കെട്ടി നാളെ നല്ല വേദനയുണ്ടാകും. കയ്യിലൊക്കെ ഇതാണ്ട് ഇടിച്ച പോലെ ഒരു കളറ് മാത്രം വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എന്താ മുറിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പം ഇതുപോലെ കുട്ടികളുള്ള വീട്ടിലെല്ലാവരും ഇതുപോലെ ഫസ്റ്റ് എയ്ഡൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോഴും ഇതുപോലെ സ്ഥലം വാങ്ങലാണ് പരിപാടി, വസവും ദച്ചൂസും കേട്ടോ. അപ്പോൾ ഡെയിലി ഇതുപോലെ ചെറിയ മുറിയാണെങ്കിൽ ഒരു 4-5 കെട്ട് കാലിൽ കെട്ടും. അപ്പോൾ ആൾ കെട്ടിയൊക്കെ കഴിഞ്ഞിട്ടായി ഇരിക്കും. നിങ്ങൾക്ക് കാണാൻ ഭയങ്കര സ്മൈലി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.